ഒരിക്കലും നിങ്ങൾ കടക്കാരനാവരുത്. നിങ്ങൾ ഒരിക്കലും വീടിന് വേണ്ടി ലോൺ എടുക്കരുത്. നിങ്ങൾ നിങ്ങളുടെ പണം ഇൻവെസ്റ്റ് ചെയ്ത് നിക്ഷേപിച്ചിട്ട് മാത്രം ചെയ്യാം. മാത്രമല്ല, കടമെടുക്കുന്ന സംഖ്യയെക്കാളും നമ്മൾ മൂല്യം കാണുക കയ്യിലുള്ള പണത്തിനാണ്. നിങ്ങൾ 500 രൂപ കടം വാങ്ങിയാൽ അത് ചെലവാകുന്നതിനേക്കാളും വേഗത കുറവായിരിക്കും കയ്യിലുള്ള 50 രൂപ ചെലവാകാൻ. നിങ്ങൾ പരീക്ഷിച്ചു നോക്കി. കടം വാങ്ങിയ 500 രൂപ പെട്ടെന്ന് കഴിയും. സ്വന്തമായിട്ടുള്ള 500 രൂപ വളരെ കുറച്ച് സാവകാശത്തിലേ കഴിയുള്ളൂ. കുറച്ച് നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോകും. നിങ്ങൾക്ക് അതിന് കഴിയില്ലെങ്കിൽ എന്തറിയോ, നിങ്ങളുടെ ഭാര്യമാരും വളരെ കഴിവുള്ളവരാണ്. നിങ്ങൾ വെറുതെ ഒന്ന് പരീക്ഷിച്ചു നോക്കുങ്ങൾ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വെള്ളം, കറണ്ട്, ഇങ്ങനെയൊക്കെ ഒരു സംഖ്യ ഉണ്ടാവും. അതൊക്കെ നിനക്കൊന്ന് കണക്കൂട്ടിട്ട് പറയാ, ഞാൻ നിനക്കൊരു 20,000 റുപ്യ അല്ലെങ്കിൽ 15,000 റുപ്യ തരും. അതെന്ത് ചെയ്യാ, ഇന്ന സംഗതിയൊക്കെ നീ നിർവഹിക്കണം എന്നാണ്. അവൾ എന്താ ചെയ്യാറ്, ആ മെഷീൻ മോട്ടർ ഓഫാക്കി, അധികമുള്ള ബൾബ് ഓഫാക്കി, അധികമുള്ള വെള്ളം ഒക്കെ റെഡിയാക്കിയിട്ട് എന്ത് ചെയ്യുന്നറിയങ്ങൾ, നമ്മൾ കൊടുത്ത 20,000-ൽ ചിലപ്പോൾ ഒരു 8,000 ഒക്കെ ചിലവായിട്ടുള്ളൂ. 12,000 അവിടെ ഉണ്ടാവും. അവിടെ ഉണ്ടായുള്ള ഗുണപ്പം ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, മനസ്സിലായില്ലേ? ആകെ നമ്മളൊക്കെ ജീവിക്കണത് വൈഫിന്റെ അടുത്തുള്ള 500 റുപ്യ കൊണ്ടാണ്. ബാക്കിയൊക്കെ എന്നൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ ആ ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല. ഇനി ചിലപ്പോഴൊക്കെ നിങ്ങൾ ജോലി ഇല്ലാത്ത നിങ്ങളുടെ ഭാര്യമാര് പറയുണ്ടായിരിക്കും, എന്താ പറയുക, ഇപ്പോ അവൾക്ക് ജോലിയുണ്ട്, ഇവൾ ടീച്ചറാണ്, മറ്റേ ടീച്ചറാണ്, എനിക്കെന്തില്ല, എന്റെ അവസ്ഥ എനിക്കെന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഒരു 10 രൂപ എന്റെ അടുത്തുണ്ടോ? അപ്പൊ നമ്മൾ എന്താ പറയാ, അല്ലല്ലേ എന്താ പറയാ, സുഹൃത്തുക്കൾ നിങ്ങളെ കൊടുക്കേണ്ടത്, നിങ്ങൾ കൊടുക്കേണ്ടത്. പുറത്ത് ഒരു ജോലിക്ക് പോയാൽ എന്താ കിട്ടുക? ഒരു സാധാരണഗതിയിൽ ഒരു ജോലിക്ക് പോയാൽ 10,000 15,000 കിട്ടും. നിങ്ങളൊക്കെ ഒരു നല്ലൊരു ഹൈസ്കൂൾ ടീച്ചറൊക്കെ ആണെങ്കിൽ 20,000 റുപ്യ അവക്കാണ് കൊടുത്താൽ ഒരു പൈസയും വെറുതെ പോകില്ല, അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അവൾക്ക് ആത്മവിശ്വാസമാണ്. ഇനി നിങ്ങൾ മരിച്ചാലോ അവൾക്ക് പെൻഷൻ കിട്ടും, കിട്ടൂലേ? നിങ്ങൾ മരിച്ചാൽ അവൾക്ക് പെൻഷൻ കിട്ടും. അവൾ ഏത് കാലത്തും നിങ്ങൾ നോമിനിയാണ്. അവൾക്ക് അങ്ങനത്തെ ഒരു ജോലി ഇല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാവില്ല. ഇതൊക്കെ വളരെ സിമ്പിളായി നമുക്ക് പരിഹരിക്കാൻ പറ്റിയ കാര്യങ്ങൾ. അതുകൊണ്ട് ചെലവഴിക്കുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിച്ചില്ലെങ്കിൽ സ്വസ്ഥത ഉണ്ടാവില്ല, ഒരു സമാധാനം ഉണ്ടാവില്ല. നമ്മൾ എപ്പോഴും ഖനിയായി, സമ്പന്നനായി നിലനിൽക്കണം. അതിന് കടമില്ലാതിരിക്കണം.